ഏഷ്യക്കാരുടെ മേൽ സാംസ്കാരിക അധിനിവേശവും സാമ്പത്തിക അധിനിവേശവും നടത്താൻ വേണ്ടി യൂറോപ്യർ കരുതി കൂട്ടി ഉണ്ടാക്കിയ ഒന്നാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്യർ കൊലപ്പെടുത്തിയത് 4 കോടി ആളുകളെയാണ്. അതിന്റെ സമ്പത്ത് വീതം വെച്ചപ്പോൾ ഉണ്ടായ തർക്കം കാരണമുണ്ടായ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊലപ്പെടുത്തിയത് 7 കോടി ആളുകളെ. ഞങ്ങൾ ഇനി യുദ്ധത്തിനില്ല എന്ന് ജപ്പാൻ ഫെബ്രുവരിയിൽ പറഞ്ഞിട്ടും ആഗസ്റ്റിൽ ജപ്പാനിൽ ബോംബിട്ട് ലക്ഷക്കണക്കാണ് ആളുകളെ അവർ കൊലപ്പെടുത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 7.5 കോടി ആളുകളെ. 16.5 കോടി ഇന്ത്യക്കാരെയാ കൊലപ്പെടുത്തിയത്. ബൂട്ടിട്ട് ചവിട്ടി. എങ്ങനെയാ? ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ചില ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായ അതിന്റെ പ്രൂഫും കൊടുത്തിട്ടുണ്ട്. അതായത് പങ്കവാലകൾ ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരായ സായിപ്പന്മാരെ മുറികളിൽ അക്കാലത്ത് ഇന്നത്തെ സൗകര്യങ്ങളില്ല. അവിടെ പങ്ക കെട്ടും. പങ്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വിഷറികൾ കെട്ടും. എന്നിട്ട് അവർ പുറത്തേക്ക് കയറും. ഈ സാധുവായ മനുഷ്യൻ, പട്ടിണി കിടക്കുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കണം. സായിപ്പും മാതാമയും അവിടെ ഇരുന്ന് കിടന്ന് ഉറങ്ങും. ഇയാളാവണം ഇതിങ്ങനെ ഇയാൾ ഒരു മനുഷ്യനല്ലേ? സ്വാഭാവികമായും ഇയാള് കൈ നാട്ടി പിന്നെ കാലിൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ആട്ടും. അതിനിടയിൽ ചില പങ്കവാലങ്ങൾ ഉറങ്ങിപ്പോയാൽ ആ കാറ്റ് നിലച്ചാൽ നേരെ ഇറങ്ങി വന്ന് കൂട്ടിട്ട് ചവിട്ടിക്കൊല്ലും. അങ്ങനെ കൊല ചെയ്യപ്പെട്ടത് ലക്ഷക്കണക്കായ പങ്കവാലകളാണ്. എന്നിട്ടും ഇപ്പോഴും നമ്മൾ പറയും അവർ വലിയ കൂട്ടരാ ബ്രിട്ടീഷുകാർ. പൊതുവെ ഏഷ്യക്കാർ അടിമകളാ. നീ മറ്റൊരാളോട് പ്രതികരിക്കേണ്ടത് ഒരു അന്യ സമുദായക്കാരനോട്, ഒരു അന്യ ദേശക്കാരനോട്, ഒരുപക്ഷെ നിന്റെ ശത്രുവോട്. ശത്രു എന്ന് തൊട്ട വരിയിലുണ്ട്. അപ്പോൾ ശത്രുവെ ഉദ്ദേശിച്ചായിരിക്കാം ഈ പ്രയോഗം. നീ നല്ലതുകൊണ്ടല്ല, ഏറ്റവും നല്ലതുകൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. നിന്റെയും അവരുടെയും ഇടയിൽ വല്ല ശത്രുതയും ഉണ്ടെങ്കിൽ പോലും ഹമീം എന്ന വാക്ക് ഹൃദയത്തിന്റെ ചൂട് തൊട്ടറിഞ്ഞ സുഹൃത്ത്. മനസ്സിലായില്ല? സ്വദീഖല്ല. ഒരു വാക്കുണ്ടല്ലോ, കൂടെ കിടന്നാലല്ലേ അപ്പനെ അറിയൂ. فإذا الذي بينك وبينه عداوة كأنه ولي حميم. അവൻ നിന്റെ ഹൃദയത്തിൽ തൊട്ട കൂട്ടുകാരനായി മാറും. അടുത്ത വരി വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു. ഏറ്റവും വലിയ ക്ഷമാശീലർക്കല്ലാതെ അങ്ങനെ സാധ്യമല്ല. അടിക്കാനും തൊഴിക്കാനും ആർക്കും കഴിയും, പക്ഷെ ക്ഷമാശീലർക്കല്ലാതെ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കാൻ കഴിയില്ല. അടുത്ത വാക്ക് എന്താ? അടുത്ത വാക്ക് വമാ യുലഖാഹ ഇല്ലദു മഹാഭാഗ്യശാലികൾക്കല്ലാതെ അങ്ങനെ കഴിയില്ല എന്നിരിക്കവേ നമ്മുടെ രാജ്യത്തെ ഒരു സംഘടനയാണ് സംഘപരിവാർ. അവരെ സംഘികൾ എന്ന് പറയുന്ന ദീൻ എന്താണ്? ലോകത്തെ ഏതെങ്കിലും ഒരു മതത്തെയോ മതവിശ്വാസികളെയോ മുഹമ്മദ് നബി ഒരു ഇരട്ടപ്പേര് വിളിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ കാണിച്ചാൽ അന്ന് എൻ്റെ പ്രബോധന ദൗത്യം ഞാൻ അവസാനിപ്പിക്കും, എല്ലാ പണിയും നിർത്തും. ഒരു ഉദാഹരണം കാണിച്ചാൽ ലോകത്തേതെങ്കിലും ഒരു മതവിശ്വാസിയെ, ലോകത്തേതെങ്കിലും ഒരു മോശപ്പെട്ടവൻ, ലോകത്തെ ഏറ്റവും ഏതെങ്കിലും ഒരു കുറ്റവാളിയെ കൊടും കുറ്റവാളിയെ പോലും പുണ്യ റസൂൽ നിന്ദിച്ച ഒരു ഭാഷയിൽ സംസാരിച്ച ഒരു വരി കാണിച്ചാൽ അന്ന് ഈ പണി ഞാൻ അവസാനിപ്പിക്കും. 5 വഖത്ത് നിസ്കരിച്ചതുകൊണ്ട് മാത്രം നമ്മൾ എങ്ങനെ ഇപ്രകാരം പോയാൽ മുസ്ലിം ആവും? ഞാനൊരു ഉദാഹരണം ഈ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ജുഹൈന ഗോത്രത്തിലെ ഒരു പെണ്ണ് നബിയിൽ മുസ്തഫ നബിയുടെ അരികിൽ വന്നു ഇങ്ങനെ പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഗർഭിണിയുമായിരുന്നു. എന്നെ ശിക്ഷിക്കണം മാതൃകാപരമായി. എന്നെ മാതൃകാപരമായി ശിക്ഷിക്കൂ നബിയെ, ഞാൻ വ്യഭിചരിച്ചു. ഇപ്പോൾ ഭർത്താവ് ഉണ്ടായിരിക്കവേ വ്യഭിചരിച്ചു, എന്നെ മാതൃകാപരമായി ശിക്ഷിക്കണം. നബിയുൽ മുസ്തഫ വലിയ ഈ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നബി ആ പെണ്ണിന്റെ രക്ഷകർത്താവിനെ വിളിച്ചു വരുത്തി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷകർത്താവ് വന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം, നബി പറയുന്നത് അഹ്സിൻ ഇലൈഹ, നല്ല പോലെ പെരുമാറണമേ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ?
എന്താ പറയുന്ന വാക്ക്? എന്ത് പറയാ? ഇങ്ങനെയൊക്കെയാണോ മക്കളെ വളർത്തേണ്ടത്? മനസ്സിലായില്ല. നമ്മളെ മലബാറിലെ ഭാഷയിലൊക്കെ എന്തൊക്കെ പറയാ? നിങ്ങൾ എൻ്റെ ചെവിയുടെ അടുത്താണ് എൻ്റെ വായ എങ്കിലും ഞാൻ കുറച്ച് ഭാഷ പറഞ്ഞു തന്നിരുന്നു. ഇങ്ങനെ ആ ഒരു പെണ്ണ് നബിയോട് വന്ന് പറഞ്ഞാൽ രക്ഷകർത്താവിനെ വിളിച്ചു വരുത്തിയാൽ എന്താ പറയാ? ഈ ജാതി തേവിടിശികളെയാണോ വീട്ടിൽ വളർത്തുന്നത്? അങ്ങനെയല്ലേ പറയേണ്ടത്? എന്താ പറഞ്ഞേ? അഹ്സിനിലൈഹ, ഒരു വാക്ക് പോലും ഈ പെണ്ണിനെ പഴിക്കരുത്, അവൾ കുറ്റം ചെയ്തിട്ടുണ്ട്, ശരിയാ, അവൾ ഗർഭിണിയാണ്, ഗർഭം പൂർത്തിയായി പ്രസവിച്ചാൽ എന്നെ അറിയിക്കുക, ശിക്ഷ നടപ്പിലാക്കാം. മനസ്സിലായോ പറഞ്ഞത്? ഈ പെണ്ണ് മരണപ്പെട്ടതിന് ശേഷം പിന്നെ നബി നിസ്കരിക്കാമോ? മയ്യിത്ത് നിസ്കരിക്കാൻ. അപ്പോൾ ഉമർ കയറി വന്നിട്ട് നബിയോട് പറഞ്ഞു, ഇത്ര മോശപ്പെട്ട ഒരു പെണ്ണിന്റെ മേൽ നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുകയോ നബിയെ? ഫഖാല നബിയുൽ മുസ്തഫ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് താബത് തൗബതൻ ലൗ ഖുസിമത് അലാ 70 മിൻ അഹ്ലിൽ മദീന ലവസഅതുഹും. ഈ പെണ്ണിന്റെ പശ്ചാത്താപം നിനക്കറിയുമോ ഉമറേ? ഈ പെണ്ണ് ചെയ്ത പശ്ചാത്താപം മദീനക്കാരായ 70 കൊടും കുറ്റവാളികളുടെ മേൽ വീതിക്കുകയാണെങ്കിലും ലവസഅതുഹും, അവർക്ക് ദൈവകോപം മാറി ദൈവാനുഗ്രഹം ലഭിക്കാൻ അത് മതിയാകും. മനസ്സിലായില്ല? ഈ പെണ്ണിന്റെ പശ്ചാത്താപം 70ഓളം മദീനക്കാരായ കൊടും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരുടെ മേൽ വീതിച്ചാൽ അവർക്ക് ദൈവാനുഗ്രഹം ലഭിക്കാൻ അത് മതിയാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ആ നബിയെ നമ്മൾ മറന്നുപോയി. നമ്മൾ മദീനയിൽ ഫിഖ് പഠിച്ചു, മക്കയിൽ നിന്ന് നമ്മൾ ഷിർക്ക് എന്ന പേരിൽ എന്തൊക്കെയോ പഠിച്ചു. നിങ്ങൾ ഈ പുസ്തകത്തിന്റെ മക്ക പഠിക്കണം, ഈ പുസ്തകത്തിന്റെ മദീനായി പഠിക്കണം. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഒരു മൾട്ടി റിലീജിയസ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ധാരാളം അമുസ്ലിം ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്ന ലോകത്തെ ആദ്യത്തെ മൾട്ടി റിലീജിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പുണ്യ റസൂൽ കൊണ്ടുവന്ന ആദ്യത്തെ മദീന ഭരണഘടനയാണ്. ആ മദീന ഭരണഘടനയിൽ എല്ലാവർക്കും അവകാശം നൽകി. മനസ്സിലായില്ല? അപ്പോൾ മക്കയിലെ എതിർപ്പിനെ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് തെറ്റും. മക്കയിലും ശിർക്കുണ്ട്, നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. മക്കയിലും ശിർക്കുണ്ട്, മദീനയിലും ശിർക്കുണ്ട്. എന്താ പിന്നെ ഈ ഇരട്ടത്താപ്പ്? അപ്പോൾ പഠിക്കുന്നിടത്ത് നമുക്ക് വലിയ തെറ്റ് പറ്റി. മക്കയിലെ ശിർക്കും ശിർക്കാണ്, മദീനയിലെ ശിർക്കും. എന്നിട്ട് മക്കയിലെ മുശ്രിക്കുകളെ ചേർത്ത് പിടിച്ചു, മദീനയിലെ മുശ്രിക്കുകളെ ചേർത്ത് പിടിച്ചു. അപ്പോൾ മക്കയിലെ പ്രശ്നം വേറെയാണ്. അത് കണ്ടെത്തണം. അത് ഈ പുസ്തകം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പഠിക്കാനൊന്നുമില്ല എന്ന് ഞാൻ പറയല്ല, അതൊരു കൃത്യമായ റൂട്ടാണ്. അപ്പോൾ മദീന അത് വല്ലാത്തൊരു സംഭവമാണ്. മദീനയിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രജകൾ ആരാ? ധാരാളം ജൂതന്മാർ, ധാരാളം ക്രിസ്ത്യാനികൾ. ഇപ്പോൾ വഖഫിനെ കുറിച്ച് ഒരു ചർച്ച നടക്കുകയാണ്. ഉണ്ടല്ലോ, ഇസ്ലാമിലെ ആദ്യത്തെ വഖഫിനെ കുറിച്ച് ഈ പുസ്തകത്തിലുണ്ട്. മാഷ് വായിച്ചില്ലേ? ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് മുഖൈരിഖ് എന്ന ഒരു ജൂത റബ്ബിയുടെ 8 തോട്ടങ്ങളാണ്. അവ്വലു വാഖിഫിൻ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഒരു ജൂതൻ കൊടുത്തത്. ആർക്ക് കൊടുത്തു? പുണ്യ റസൂൽ തങ്ങൾ കൊടുത്തു. നിങ്ങൾ മനസ്സിലായില്ലേ പറഞ്ഞിട്ട്? അദ്ദേഹം നബിക്ക് വേണ്ടി ശനിയാഴ്ച ദിവസം, ജൂതന്മാരുടെ ദിവസം ശനിയാഴ്ച, ശാബത്ത് നാളിൽ അവർ അങ്ങാടിയിൽ ഇറങ്ങില്ല, ശാബത്ത് നാളിൽ അവർ തൊഴിലെടുക്കില്ല. ശാബത്ത് നാളിലാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. മക്ക നിവാസികൾ ഒന്നിച്ച് മദീനയിലേക്ക് വന്നു. 10,000-ഓളം പട്ടാളം, 3,000-ഓളം വരുന്ന പട്ടാളം നബിയെ തകർക്കാൻ വേണ്ടി വന്നു. നബിയെ കൊന്ന് തീർക്കാമെന്ന് അവർ വിചാരിച്ചു. അവർ മദീന വളഞ്ഞപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ജൂതറാബിയായിരുന്ന മുഖൈരിഖ് എന്ന ആൾ തന്റെ സുനഗോഗിൽ പ്രസംഗിച്ചു. ശനിയാഴ്ച, ഇന്ന് ശാബത്തില്ല, ഇന്ന് കയ്യിൽ കിട്ടിയ ആയുധവും എടുത്ത് മക്കക്കാരെ പ്രതിരോധിക്കുക, മുഹമ്മദിന്റെ പക്ഷത്ത് നിൽക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അദ്ദേഹത്തിന്റെ ആളാണ്. ഞാനെങ്ങാനും ഈ യുദ്ധത്തിൽ ഷഹീദായാൽ, രക്തസാക്ഷിയായാൽ, എന്റെ സമ്പത്ത് മുഴുവനും മുഹമ്മദിന് സമർപ്പിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാൻ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ചോട്ടെ. ആ യുദ്ധത്തിൽ മുഖൈരിഖ് മരണപ്പെട്ടു. മദീനയിലെ ഏറ്റവും വലിയ ധനാഢ്യൻ അക്കാലത്ത് മുഖൈരിഖ് ആയിരുന്നു. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അദ്ദേഹം രക്തസാക്ഷിയായി നബിക്ക് വേണ്ടി. അതായത് വെള്ളിയാഴ്ച ജുമാ നിർത്തിയിട്ട് നമ്മൾ ഹിന്ദുക്കളെ സഹായിക്കാൻ പോവാ എന്ന് പറയും പോലെ. അണ്ണാരക്കണ്ണനും തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ,
അല്ല, അങ്ങനെയാണല്ലോ. അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ദിവസമാണ് ഏത്? ശനിയാഴ്ച. അവര് സുനഗോഗിന്റെ വാതിലടിച്ചു, നബിയെ സഹായിക്കാൻ വേണ്ടി വന്നു, ആയുധമെടുത്ത് യുദ്ധം ചെയ്തു. എന്നിട്ട് മുഖൈരിക്ക് മുന്നേറി നബിയെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ദൗത്യത്തിൽ മുഖൈരിക്ക് രക്തസാക്ഷി. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഒരു യഹൂദിയുടെ വഖഫാണ്. അത് വേണ്ടാന്ന് പുണ്യ റസൂൽ പറഞ്ഞില്ല. ഇന്നാണെങ്കിൽ നബിയെ തന്നെ വഫാത്താക്കും. നമ്മളൊക്കെ ജനിക്കുന്ന നബി വഫാത്തായി പോയത് നന്നായി. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നബിയെ മുശ്രിക്കാക്കുന്ന ആളുകളും ഇന്നും നബി നേരത്തെ തന്നെ വഫാത്തായതെല്ലാം നല്ലതാണ്. നബിയെ മുശ്രിക്കാന്ന് പറയുന്നവർ ഇപ്പം നമ്മളെ കൂട്ടത്തിലുണ്ടോ? നബി ചെയ്ത മുശ്രിക്കാന്ന് പറയുന്നവരുണ്ടോ? ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പുണ്യ റസൂൽ പങ്കെടുത്തു. വളരെ ബഹുമാനത്തോടുകൂടെ സംസ്കരിച്ചു. ചരിത്രത്തിലെ ഒരു ദൗത്യല്ലേ, ചരിത്രത്തിലെ അത്ഭുതമല്ലേ ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. ഇപ്പൊ നമ്മൾ ലോകത്ത് എല്ലായിടത്തും വഖഫുണ്ട് അല്ലേ? വഖഫിന്റെ ചർച്ചയില്ലാത്തൊരു കാലം ഉണ്ടാവില്ല. കിതാബുകൾ എത്ര. ആദ്യത്തെ വഖഫ് ആരുടേതാ? ജൂതൻ. അയാൾ ജൂതനായി തന്നെ മരിച്ചു. ജൂത പണ്ഡിതൻ എന്നാൽ ഓർത്തഡോക്സ് ജൂതന്മാരുടെ നേതാവായിരുന്നു മുഖൈരിക്ക്. അദ്ദേഹത്തിന്റെ 8 തോട്ടങ്ങളാണ് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. കഴിഞ്ഞില്ല, നമ്മൾ നബി വായിച്ചില്ല, കഴിഞ്ഞില്ല. ഒരു സംഘം നജ്റാനിലെ ക്രൈസ്തവർ പുണ്യനബിയുടെ അരികിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബിയോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ, അതായത് ബിഷപ്പുമാരുണ്ട്, ധാരാളം ബിഷപ്പുമാരുണ്ട്, പാത്രിയാർക്കീസ് ഉണ്ട്, വേറെ പ്രമാണികൾ, ക്രൈസ്തവ പ്രമാണിമാരുമുണ്ട്. നജ്റാൻ അക്കാലത്തെ ഒരു ക്രൈസ്തവ ആധിപത്യമുള്ള ഏരിയ. അങ്ങനെ അവർ വന്ന് കയറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മദീന പള്ളിയിൽ സ്വീകരിച്ചു. മദീന പള്ളിയിൽ ഇന്ന് അങ്ങനെ സംഘത്തെ ഒരു പള്ളി സ്വീകരിക്കുന്ന അവസ്ഥകൾ ചിന്തിച്ചു നോക്കൂ. ചർച്ച മുഴുവൻ നടന്ന എവിടെ വെച്ചാ പറ. ഞാൻ അതിൽ ഇബ്നു കസീർ കൊണ്ടുവന്ന ഹദീസ്, ഇബ്നു ഹസാക്കും ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അതൊന്നും ഇങ്ങനെ വായിക്കാം. ഹദ്ദസനി മുഹമ്മദ് ബിൻ ജഅഫർ ഇബ്നു സുബൈർ ഖദിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖലു അലൈഹി മസ്ജിദഹു. അങ്ങനെ ഒരു ക്രൈസ്തവ നേതാക്കന്മാർ നബിയുടെ അരികിൽ വന്നു. ഹീന സ്വല്ലൽ അസ്റ, അസ്റിന്റെ സമയത്താണ് അവർ വന്നത്. അലൈഹി സിയാബുൽ ഹബ്റാത്തി ജുബബുൻ വ അർദിയ. അവർക്ക് പുരോഹിത വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, ജുബ്ബകള്, മേൽവസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫീ ജമാലി റിജാലിൻ വബനിൽ ഹാരിഥി, വല്ലാത്തൊരു അഴകാർന്ന ശൈലിയിലാണ് വസ്ത്രം ധരിച്ചിരുന്നത്. ക്രൈസ്തവ പാത്രിയാർക്കിയും അതേപോലെ തന്നെ ബിഷപ്പുമാരും 70ഓളം ആളുകൾ ഇങ്ങനെ മദീനയിൽ പള്ളിയിൽ വന്നു. നബി അവരെ സ്വീകരിച്ചു. വഖദ് ഹാനത്ത് സ്വലാത്തും, അപ്പോഴാണ് അവരുടെ പ്രാർത്ഥനയുടെ സമയമായത്. ഫഖാമു ഫി മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പള്ളിയാണ് ഏത്? ഒന്നാമത്തെ പള്ളി സയ്യിദ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് പുനർനിർമ്മിച്ചതെങ്കിൽ രണ്ടാമത്തെ പള്ളി നിർമ്മിച്ചത് തന്നെ മുഹമ്മദ് മുസ്തഫയാണ്. 3 ഹറമാണ്. ഒന്നാമത്തെ ഹറം മക്കി, 2 ഹറം മദനി, പിന്നെ ഹറമുൽ ഖുദ്സ് അല്ലേ പറ. അതിൽ രണ്ടാമത്തെ ഹറമാണ് ഏത്? ബഹുമാനപ്പെട്ട മദീന ഹറം. ആ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. അവർക്ക് നിസ്കരിക്കാൻ അവരുടെ പ്രാർത്ഥനയുടെ സാധാരണ പ്രാർത്ഥന ഇവിടെ എന്നല്ല, അതായത് അവരുടെ ഔദ്യോഗികമായ പ്രാർത്ഥന. മനസ്സിലായില്ലേ? ആരാധന, കേവലം ഒരു പ്രാർത്ഥനയല്ല. ആനത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാകുന്ന എപ്പോഴോ ഒരു പ്രാർത്ഥനയല്ല, അവരുടെ ഒരു നിർദ്ദിഷ്ട ദൈവികമായ നിർബന്ധ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ അവർ എണീറ്റ് നിന്നു. ഫി മസ്ജിദി റസൂലില്ലാഹി യുസല്ലൂൻ, അവർ അവിടെ നിന്ന് അവരുടെ പ്രാർത്ഥന നടത്തി. ഫഖാല റസൂലുള്ളാഹി, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ദഊഹും, അവരാരും ശല്യം ചെയ്യരുത്, അവരവരുടെ പ്രാർത്ഥന നടത്തിക്കോട്ടെ. ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നിസ്കരിച്ചിട്ടേ ഉള്ളൂ. ഇവർ അവരുടെ സന്ധ്യാപ്രാർത്ഥന എവിടെ നടത്തി? പള്ളിയിൽ നടത്തി. എന്നിട്ട് അവർ പറഞ്ഞു, നബി പറഞ്ഞു, വിട്, അവരെ ഭാഗത്തേക്ക് നോക്കരുത്. വലിയ ഈമാൻ ചൂടായ നമ്മളെ പോലത്തെ ഏതെങ്കിലുമൊക്കെ ആളുകൾ ഇതിപ്പോ എന്താ ഇവിടെ ഒരു പരിപാടി, ഇതൊക്കെ വേണ്ടാന്ന് വിചാരിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ അവരെ പരിപാടിയാണോ ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഭാഗത്തേക്ക് നോക്കരുത്. ഫസല്ലു ഇലൽ മശ്രിഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും പടിഞ്ഞാറോട്ട് തിരിഞ്ഞപ്പോൾ അവർ ഇൽ മശ്രിഖി, എന്താ മശ്രിഖിന്റെ അർത്ഥം? കിഴക്കോട്ട്, നേരെ എതിർഭാഗത്തേക്ക്. ഒരു പ്രശ്നമില്ല. ഈ നബിയെ നമ്മൾ ഇതിന് ശേഷമാണ് അൽയൗമ അക്മൽതു ലക്കും, അതിനുശേഷം ആയത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ആയത്ത് വരുന്നത്. 1, 2 നിങ്ങൾ മനസ്സിലാക്കണം. ലാ ഫദ്ല ലിൽ മുസ്ലിമി അലൽ ഹിന്ദു എന്നല്ല, ലാ ഫദ്ല ലിൽ അറബി അലൽ അജമി. അനറബിയേക്കാൾ അറബിക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇവിടെയാണ് നമ്മൾ നബിയെയും യൂറോപ്പിനെയും മനസ്സിലാക്കേണ്ടത്. യൂറോപ്പിന്റെ ഒരു ശൈലിയുണ്ട്, യൂറോപ്പിന്റെ ഒരു വല്ലാത്തൊരു ശൈലിയുണ്ട്. എന്താ പറയാ, ഞങ്ങളെക്കാൾ
മികച്ചവരില്ല എന്ന ധാരണയിൽ നിന്നാണ് യൂറോപ്യൻ സംസ്കാരം ഉടലെടുത്തത്. അതേ സമയത്ത് ഏഷ്യൻ പൗരസ്ത്യ ധർമ്മങ്ങൾ മുഴുവനും അതിനെതിരാണ്. അതായത് ഞാൻ ഇവിടുന്ന് പോവാണ്, എല്ലാം നിസ്കരിച്ചോണേ, നോമ്പ് നോറ്റോണേ, ഞാൻ അതൊന്നും പറയാൻ ആളുണ്ടാവില്ല. ഇതൊന്നല്ല അവസാനത്തെ പ്രസംഗം, ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പ്രസംഗം. ഒരാൾക്കും മറ്റൊരാളുടെ മേൽ യാതൊരു മഹത്വവും ഇല്ല. മനുഷ്യരെല്ലാം ഒന്നാണ്. ഈ മനുഷ്യരെല്ലാം ഒന്നാണ് എന്നതിന് ബഹുമാനപ്പെട്ട രാഹുൽജി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നൊരു സംഭവം എടുത്ത് പറയാണ്. ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബിൻ്റെ കാലത്ത് ഈജിപ്തിലെ ഗവർണറായിരുന്നു അംർ ബിൻ ആസ്. അംർ ബിൻ ആസിയുടെ മകൻ ഒരിക്കൽ ഒരു ക്രിസ്ത്യാനിയുമായി ശണ്ടയുണ്ടായപ്പോൾ തൻ്റെ വടിയെടുത്ത് ഈ ക്രിസ്ത്യാനിയെ അടിച്ചു. എന്നിട്ട് ഈ ക്രിസ്ത്യാനിയായ ബാല്യക്കാരനോട് ഗവർണറുടെ മകൻ പറയാണ്, തുഹാസിമു ഇബ്ൻ അൽ അക്രമീൻ, ഈ നാട്ടിലെ ഏറ്റവും മഹാന്റെ മകനോടാണോ തർക്കിക്കാൻ വരുന്നത്? മനസ്സിലായില്ല. അവിടുത്തെ ഇസ്ലാമിക ഗവർണറാണ് ആര്? അംർ ബിൻ ആസ്. അംർ ബിൻ ആസിന്റെ മകനും ഒരു ക്രൈസ്തവ ബാല്യക്കാരനും തമ്മിൽ ഒരു തർക്കമുണ്ടായി. തർക്കത്തിനൊടുവിൽ ഗവർണറുടെ മകൻ, മുസ്ലിമായ ഗവർണറുടെ മകൻ ക്രിസ്ത്യാനിയുടെ മകനെ അടിച്ചു. ഈ പുസ്തകത്തിലുണ്ട്. അടിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, തുഹാസിമു ഇബ്ൻ അൽ അക്രമീൻ, ഏറ്റവും മഹാനായ ഈ നാട്ടിലെ ഏറ്റവും മഹാനായ ഒരാളുടെ പുത്രനോടാണോ തർക്കിക്കാൻ വരുന്നത്? അടികൊണ്ട് ഈ ബാല്യക്കാരൻ പോയി. അച്ഛനെയും കൂട്ടി പിറ്റേന്ന് മദീനയിലേക്ക് പോയി. കൈറോവിൽ നിന്ന് മദീനയിലേക്ക് പോയി. ഏകദേശം 1000 കിലോമീറ്റർ, ചിലപ്പോൾ അതിലും കൂടും പോയി. മദീനയിൽ ആരുണ്ട്? സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. ഉമർ ബിൻ ഖത്താബിനോട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയുടെ മോനാണ്, എൻ്റെ അച്ഛൻ, ഞാൻ വന്നതാണ്, എന്നെ ഗവർണറുടെ മകൻ അടിച്ചപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, നടന്നോളൂ, ഞാൻ കൂടെ വരാൻ നടന്നു. ഇസ്ലാമിൻ്റെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് ഈ ക്രൈസ്തവ കുടുംബത്തിൻ്റെ കൂടെ നടന്നു. എങ്ങോട്ട്? ഇങ്ങോട്ട് കൈറോയിലേക്ക്. എഴുത്തു കൊടുത്തയച്ചതല്ല, എഴുത്തുകൊടുത്തേക്കാലോ. മനസ്സിലായി? ഈ സംഭവം രേഖപ്പെടുത്താത്ത ചരിത്ര ഗ്രന്ഥമുണ്ടോ? അങ്ങനെ ഈ കൈറോയിൽ പോയി ഗവർണറെ വിളിച്ചു വരുത്തി. നിന്റെ മകനെ വിളിച്ചു. ആ ക്രൈസ്തവ ബാലനെയും അച്ഛനെയും വിളിച്ചു. എന്നിട്ട് തന്റെ ചാട്ടവാർ ഉമർ ബിൻ ഖത്താബ്, ഖലീഫ നീതിമാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, തന്റെ ചാട്ടവാർ ഈ ഇബ്നുൽ മസീഹി, ഈ ക്രൈസ്തവ യുവാവിന്റെ കയ്യിൽ കൊടുത്തു. ഇബ്ൻ അൽ അക്രമീൻ, ബഹുമാനിയുടെ മകനെ അടിക്കട. എന്താ പറഞ്ഞേ? അടിക്കടാന്നല്ല, എന്താ പറഞ്ഞേ? ഇബ്ൻ അൽ അക്രമീൻ, ബഹുമാനിയുടെ മകനെ അടിയട. പുരുഷാരും ആയിരക്കണക്കായ ജനങ്ങൾ. ഖലീഫ വന്നതല്ലേ? ഈജിപ്തിൽ ആദ്യമായി ഖലീഫ വന്നതാ. ആദ്യം തന്നെ ശിക്ഷ നടപ്പിലാക്കുക. ആർക്ക് മേൽ? പറ. ഗവർണറുടെ പുത്രന്റെ മേൽ. ആയിരക്കണക്കായ പുരുഷാരം തടിച്ചുകൂടി നിൽക്കവേ ക്രൈസ്തവനായ ബാലൻ ഖലീഫയുടെ ചാട്ടവാർ എടുത്ത് അടിച്ചു. ആര്? ഗവർണറുടെ. ആരാ ഗവർണർ? ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യാധിപന്മാരിൽ ഖാലിദ് ഇബ്നുൽ വലീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനി അംർ ബിൻ ആസ്. നിങ്ങൾക്കറിയാലോ. എന്നിട്ട് പറഞ്ഞു, മതാ അബത്തുൽ ആദമിയീൻ വഹും ഖുലിഖു അഹ്റാർ, സ്വതന്ത്രരായ ജനങ്ങളെ എന്നാണടാ നീ അടിമയാക്കിയത്? അതാണ് ഇസ്ലാം എന്ന് പറയാം. അതാണ് ഇസ്ലാം. നീതിയാണ്. ഒരു നാട്ടിൽ നിസ്കാരം ഉണ്ടായതുകൊണ്ട് ഇസ്ലാം ഉണ്ടാവില്ല. ഒരു നാട്ടിൽ നീതി ഉണ്ടെങ്കിൽ ഇസ്ലാം ഉണ്ടാവും. നീതിയില്ലാത്ത മുസ്ലിമേക്കാൾ നല്ലത് നീതിയുള്ള ഹിന്ദുവാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്നെ പുറത്താക്കാം, അകത്താക്കാം. നിങ്ങൾ പുറത്താക്കിയാൽ ഞങ്ങൾക്കാകൂല, നിങ്ങൾ അകത്താക്കിയാൽ ഞങ്ങൾക്കാവും. ഞങ്ങൾ അകത്തിനും വില വെക്കുന്നില്ല, പുറത്തിനും വില വെക്കുന്നില്ല. ഒരു നാട്ടിൽ നിസ്കാരമുണ്ട്. നിസ്കാരത്തെ കുറിച്ച് ഖുർആനിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിസ്കരിക്കുന്ന പലരും നരകത്തിലാണ്. ഫവൈലുല്ലി, അങ്ങനെ തന്നെയല്ലേ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഖുർആൻ. നിസ്കാരത്തെ കുറിച്ച് ഖുർആനിലെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ഇനി ഖുർആനിൽ നിസ്കാരം പറഞ്ഞിട്ടില്ല അല്ലേ? പല നിസ്കാരക്കാർക്കും നരകമാണ്. ഒരു നാട്ടിൽ നിസ്കാരം നടന്നുകൊണ്ട് ഇസ്ലാം ഉണ്ടാവില്ല. ഒരു നാട്ടിൽ 1000 പള്ളി ഉണ്ടായതുകൊണ്ട് ഇസ്ലാം ഉണ്ടാവില്ല. ഒരു നാട്ടിൽ ഒരു
പള്ളിയില്ല, ആ നാട്ടിൽ നീതി ഉണ്ടെങ്കിൽ ആ നാട്ടിൽ ഇസ്ലാം ഉണ്ടോ? ഒരു നാട്ടിൽ ഒരു അറബിക് കോളേജ് ഇല്ല, പള്ളിയില്ല, മദ്രസയില്ല, അവിടെ ധർമ്മമുണ്ടെങ്കിൽ അവിടെ ഇസ്ലാം ഉണ്ടാവും. എന്തിനാ മുഹമ്മദ് വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ധർമ്മത്തിന്റെ പൂർത്തീകരണത്തിനാണ്. അതിനപ്പുറം ഒരു വാക്കില്ല. ഖുർആനിൽ പറയപ്പെട്ട ഒരേ ഒരു സഹാബിയെ ഈ പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാരാ? സെയ്ദ് ബിൻ ഹാരിസ. ഞാനത് പഠിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ കുറെ. എനിക്ക് പഠിക്കണല്ലോ, ഇതെന്താ ഇങ്ങനെ? നിങ്ങളിന്റെ കൂടെ ഇല്ലേ? നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? നിർത്തുന്നില്ല. നിങ്ങൾ പഠിക്കണം. പഠിച്ചു എന്ന് വരുത്തിയാ പോരാ, പഠിക്കണം. ഖുർആനിൽ പറയപ്പെട്ട ഒരേ ഒരു സഹാബി സെയ്ദ് ബിൻ ഹാരിസ. എന്തുകൊണ്ട്? സിദ്ദീഖില്ല, ഉമർ ബിൻ ഖത്താബ് അവർ മോശക്കാരായതുകൊണ്ടൊന്നുമല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇല്ല. മെയിൻ സ്ട്രീമിൽ ഒന്നും കാണാത്ത ഒരാളുണ്ട്. മെയിൻ സ്ട്രീമിൽ അശ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട ആളല്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ഒരാളാണോ ഇയാൾ? ആണോ ഇയാൾ? നോ, ഇയാളല്ല. എവിടെയും മെയിൻ സ്ട്രീമിൽ കാണാത്ത ഒരാൾ. അങ്ങനെയല്ലേ? സെയ്ദ് അല്ലാത്ത ഒരു സ്വഹാബിയെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അതാരാ? സെയ്ദ് ബിൻ ഹാരിസ. എന്താ കാരണം? യൂറോപ്യൻ കൊളോണിയൽ അധിനിവേശത്തിനെതിരെ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സെയ്ദ് ബിൻ ഹാരിസ. ബസ് ബാക്കി ഇതിലുണ്ട്. അതിൻ്റെ ഒരു അറിവാണ്. യൂറോപ്പ് കൊണ്ടുവരുന്നത് അധാർമികതയാണ്. ഞാൻ യൂറോപ്പിലെല്ലാം അധാർമികരാണെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അധാർമികതയുടെ സോഴ്സ് ഞാൻ പറയട്ടെ. 1757 പ്ലാസ് യുദ്ധത്തിൽ സിറാജുദ്ദൗലയെ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ തിരുമാറിൽ ചവിട്ടി അധികാരസ്ഥരായി. അല്ലേ? ആണോ? അല്ലേ? 1947 സ്വാതന്ത്ര്യം നൽകി. 190 വർഷത്തിനുള്ളിൽ ബ്രിട്ടീഷുകാർ മാത്രം ഇന്ത്യയിൽ അധികാരം നിലനിർത്താൻ വേണ്ടി കൊന്നത് 16 കോടി ആളുകളെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 2 വിഭാഗത്തിൽ നിന്നും കൂടി അനിവാര്യമായുണ്ടായ യുദ്ധത്തിൽ സംഭവിച്ച് മരിച്ചു പോയത് 400-ൽ താഴെ ആളുകൾ. എന്നിട്ടും പറയും മുഹമ്മദ് യുദ്ധക്കുര്യനാണ്. നമ്മൾ കേട്ടിരിക്കും, കാരണം നമുക്ക് ചരിത്രമില്ല. പുന്നപ്ര വയലാർ സമരത്തിൽ മാത്രം കൊന്നത് 2000 ആളുകൾ. 7000 ആണെന്നോ ഈ പറയണ്ടത്? നിങ്ങളിന്റെ കൂടെ ഇല്ല. ഏഷ്യക്കാരുടെ മേൽ സാംസ്കാരിക അധിനിവേശവും സാമ്പത്തിക അധിനിവേശവും നടത്താൻ വേണ്ടി യൂറോപ്യർ കരുതി കൂട്ടി ഉണ്ടാക്കിയ 1-ാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്യർ കൊലപ്പെടുത്തിയത് 4 കോടി ആളുകളെയാണ്. അതിന്റെ സമ്പത്ത് വീതം വെച്ചപ്പോൾ ഉണ്ടായ തർക്കം കാരണമുണ്ടായ 2-ാം ലോക മഹായുദ്ധത്തിൽ കൊലപ്പെടുത്തിയത് 7 കോടി ആളുകളെ. ഞങ്ങൾ ഇനി യുദ്ധത്തിനില്ല എന്ന് ജപ്പാൻ ഫെബ്രുവരിയിൽ പറഞ്ഞിട്ടും ആഗസ്റ്റിൽ ജപ്പാനിൽ ബോംബിട്ട് ലക്ഷക്കണക്കാണ് ആളുകളെ അവർ കൊലപ്പെടുത്തി. 2-ാം ലോക മഹായുദ്ധത്തിൽ 7 കോടി ആളുകളെ. 16 കോടി ഇന്ത്യക്കാരെയാ കൊലപ്പെടുത്തിയത്. ബൂട്ടിട്ട് ചവിട്ടി. എങ്ങനെയാ? ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ചില ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായ അതിന്റെ പ്രൂഫും കൊടുത്തിട്ടുണ്ട്. അതായത് പങ്കവാലകൾ ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരായ സായിപ്പന്മാരെ മുറികളിൽ അക്കാലത്ത് ഇന്നത്തെ സൗകര്യങ്ങളില്ല. അവിടെ പങ്ക കെട്ടും. പങ്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വിഷറികൾ കെട്ടും. എന്നിട്ട് അവർ പുറത്തേക്ക് കയറും. ഈ സാധുവായ മനുഷ്യൻ, പട്ടിണി കിടക്കുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കണം. സായിപ്പും മാതാമയും അവിടെ ഇരുന്ന് കിടന്ന് ഉറങ്ങും. ഇയാളാവണം ഇതിങ്ങനെ ഇയാൾ ഒരു മനുഷ്യനല്ലേ? സ്വാഭാവികമായും ഇയാള് കൈ നാട്ടി പിന്നെ കാലിൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ആട്ടും. അതിനിടയിൽ ചില പങ്കവാലകൾ ഉറങ്ങിപ്പോയാൽ ആ കാറ്റ് നിലച്ചാൽ നേരെ ഇറങ്ങി വന്ന് കൂട്ടിട്ട് ചവിട്ടിക്കൊല്ലും. അങ്ങനെ പോലെ ചെയ്യപ്പെട്ടത് ലക്ഷക്കണക്കായ പങ്കവാലകളാണ്. എന്നിട്ടും ഇപ്പോഴും നമ്മൾ പറയും അവർ വലിയ കൂട്ടരാ ബ്രിട്ടീഷുകാർ. പൊതുവെ ഏഷ്യക്കാർ അടിമകളാണ്. സ്വതന്ത്രമായി ചിന്തിക്കൂല. ഞാൻ ആകെ യൂറോപ്യന്മാരെ ബഹുമാനിക്കുന്ന ഒറ്റത്തലം അവർക്ക് സ്വതന്ത്രമായ ചിന്തക്കൊരു ധൈര്യമുണ്ട്. പണ്ട് ഏഷ്യക്കാർക്ക് അതുണ്ടായിരുന്നു, ഇപ്പോൾ ഏഷ്യക്കാർക്ക് അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകാവസാനം വന്നു കഴിഞ്ഞു. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്നതിനാണ് ലോകാവസാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ പറ്റി ട്രോളാൻ ഞാൻ ഒരു സാധനം വിട്ടുതരിക.
പടിഞ്ഞാറ് സൂര്യ ഉദിക്കലല്ലേ ലോകാവസാനം? പടിഞ്ഞാറ് സൂര്യോദയത്തിന് 2 തലങ്ങളുണ്ട്. ഒരു സ്പിരിച്വലി തലവും ഒരു ഫിസിക്കലി തലവും. മനസ്സിലായില്ലേ? ഫിസിക്കലി തലം അന്ന് സംഭവിക്കും എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു, അങ്ങനെ സംഭവിക്കും. പക്ഷെ സ്പിരിച്വലി തലം വന്നു കഴിഞ്ഞു. അതാണ് റെനൈസൻസ്, യൂറോപ്പിന്റെ റെനൈസൻസോട് കൂടെ ഉണ്ടായത്. AD 16-ാം നൂറ്റാണ്ടിൽ അത് വന്നു. 2ാം ലോക മഹായുദ്ധത്തോടു കൂടെ പൂർത്തിയായി. ഇപ്പോൾ ഏഷ്യ എന്നൊരു വൻകര ഇല്ല. ഇപ്പോൾ ആഫ്രിക്ക എന്നൊരു വൻകര ഇല്ല. ഇപ്പോൾ ലോകത്താകെ ഒരു വൻകരയേ ഉള്ളൂ, അത് യൂറോപ്പാണ്. നമ്മൾ യൂറോപ്പിനെ പോലെ ജീവിക്കുന്നു, യൂറോപ്പിനെ പോലെ പെരുമാറുന്നു. രാജാവിന്റെ മക്കളാണെങ്കിലും ദ്രോണാചാര്യരുടെ വീട്ടിലെത്തിയാൽ അവിടെ കലം കഴുകണം. മനസ്സിലായില്ല? ദ്രോണാചാര്യർ ഗുരുവാ. ഗുരുവിന്റെ വീട്ടിൽ രാജാവിന്റെ മക്കൾ പഠിക്കാൻ വന്നാലും അവിടുത്തെ കലം കഴുകണം, പശുവിനെ നോക്കണം, പാല് കറക്കണം. ദ്രോണരുടെ വീട്ടിൽ അല്ലേ? ആണോ? അല്ലേ? ഗുരുവിനോട് മനസ്സിലായി? അത്രയും വലിയ ബഹുമാനമാണ് ആരെ? ഗുരുവിന്. ഇന്ന് ഗുരുക്കന്മാർ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നത് ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് പരിധിയിൽ കവിഞ്ഞ് തല്ല് കിട്ടരുതേ എന്ന് വിചാരിച്ചിട്ടാണ്. പരിധിയിൽ കവിഞ്ഞെന്നൊന്നും കൂട്ടണം. കാരണം സാധാരണ തല്ലും ചവിട്ടും നിൽക്കാത്ത ഗുരുക്കന്മാരുണ്ടാവില്ല. ഇതെവിടുത്തരാ? ഇത് യൂറോപ്യൻ സൈദ്ധാന്തികതയാ. യൂറോപ്പ് കടന്നു കയറി നമ്മുടെ ഭാഷയിൽ, നമ്മുടെ രീതിയിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ എല്ലാം. ഞാൻ പറയട്ടെ, 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഏഷ്യക്കാരിൽ ഏറ്റവും കൂടുതൽ മറച്ചു വസ്ത്രം ധരിക്കുക സ്ത്രീകൾ, ഏറ്റവും കുറച്ച് മറച്ചു വസ്ത്രം ധരിക്കുക പുരുഷന്മാർ. ഇതാണ് ഏഷ്യൻ സംസ്കാരം, ഇതാണ് പൗരസ്ത്യ സംസ്കാരം അല്ലേ? 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഏഷ്യക്കാരുടെ സ്വഭാവം, ഏഷ്യക്കാരുടെ അവസ്ഥ എന്താ? ഏഷ്യക്കാര് സ്ത്രീകൾ പൂർണ്ണമായി വസ്ത്രം ധരിക്കും. ഞാൻ ഹിമാചൽ പ്രദേശിലെ ഒരു നവവധുവിന്റെ ചിത്രം എന്റെ റിസർച്ചിൽ കണ്ടെത്തി അടുത്ത ദിവസം. 19-ാം നൂറ്റാണ്ടിലെ ഒരു ഹൈന്ദവ എന്താ പറയാ ഒരു നവവധുക്കളൊക്കെ ആവുമ്പോ സ്വാഭാവികമായും കുറച്ച് വസ്ത്രമൊക്കെ പോകും, അങ്ങനെയാണല്ലോ. പക്ഷേ കണ്ണ് മാത്രം കാണുന്നുണ്ട്, മുഖം മറക്കും. ഹൈന്ദവ വനിതകളിൽ ബഹുഭൂരിപക്ഷം ഒരു കാലഘട്ടത്തിൽ രജപുത്ര സ്ത്രീകൾ പൂർണ്ണമായി അങ്ങനെ. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്യനൈസേഷൻ വന്നു. യൂറോപ്യന്മാർ പണ്ടേ, യൂറോപ്യനാണെങ്കിൽ പുരുഷൻ ധരിക്കും. ഇവിടെ എങ്ങാനും ഒന്ന് ഈ ആദമിന്റെ പഴം കഴിച്ച സ്ഥാനത്ത് വല്ലതും പുറത്തു കണ്ടാൽ അവിടെ ഒരു ടൈ കെട്ടി അതും മറക്കും. അതേ സമയത്ത് നിക്കർ പോലെ ധരിക്കും. ആര്? യൂറോപ്യന്റെ ഭാര്യ. ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. 1-ാം അധിനിവേശം വന്നു പോർച്ചുഗീസിന്റെ AD 1502. അന്നിവിടെ മഹാനായ രാജാവുണ്ട്, സമൂദ്രി രാജാവ്. അക്കാലത്തൊരു മുസ്ലിം ഷെയ്ഖുണ്ട് പൊന്നാനിയിൽ. അദ്ദേഹം AD 1468 ജനിക്കുകയും AD 1522 മരണപ്പെടുകയും ചെയ്ത കേരളത്തിലെ ഇന്നത്തെ സകല മുസ്ലിങ്ങളുടെയും ആദിമ ഉസ്താദായ ബഹുമാനപ്പെട്ട മഖ്ദൂമുൽ മഅബരി സൈനുദ്ദീൻ അല്ലേ? നിങ്ങൾക്കറിയാലോ. ബഹുമാനപ്പെട്ടവരോടാണ് ആദ്യം സമൂദ്രി ചോദിക്കുന്നത്, എന്താണ് പരിഹാരം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രതികരിക്കണം. അപ്പോൾ നാവികപ്പടയില്ല സമൂദ്രിക്ക്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് കടലിൽ കൂടുതൽ കളിക്കുന്ന ഒരു സ്വഭാവവും ഇല്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അങ്ങനെയാണ്. ഓരോ മതത്തിനും അതിൻ്റെതായ കെട്ടുറപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? നാവികപ്പട ഉണ്ടാക്കാൻ എന്തു ചെയ്യും? അപ്പോൾ മഖ്ദൂമുൽ മഅബരി പറഞ്ഞു, എൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനുണ്ട് കോഴിക്കോട്, ഇസ്മായിൽ മരക്കാർ. അദ്ദേഹത്തിന്റെ മകൻ ഒരു ബാല്യക്കാരനാ, കുട്ടി മരക്കാർ അലി, കുട്ടി അഹമ്മദ് അലി മരക്കാർ, കുട്ടി അഹമ്മദ് അലി മരക്കാർ. അദ്ദേഹമാണ് ആദ്യത്തെ പോർച്ചുഗീസ് പടക്കെതിരെയുള്ള ആദ്യത്തെ സേനാനായകൻ. സമരം ചെയ്തു. ഇതോടനുബന്ധിച്ച് മഖ്ദൂം ഒരു ഗ്രന്ഥം എഴുതി. ആ മഖ്ദൂം ഗ്രന്ഥം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യാതൊരു കാരണവശാലും യൂറോപ്യൻ അധിനിവേശം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മര്യാദകളെയും നമ്മുടെ രീതികളെയും തകർത്ത് കളയും. അവർക്ക് ആൺ പെൺ വ്യത്യാസമില്ല. അവരുടെ ആണുങ്ങളെ കൂടെ ഓടും, പെണ്ണുങ്ങളുടെ കൂടെ ഓടും. 400-500 കൊല്ലം കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താ? അപ്പോൾ പറഞ്ഞേക്ക്, ഇപ്പോൾ നമ്മൾ ആരാ? ഫലത്തിൽ നമ്മൾ ആരാ? യൂറോപ്യർ.
ഇപ്പം നമ്മൾ പുറത്തൊക്കെ കേൾക്കുന്ന അവിടെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചു, ഇവിടെ പെണ്ണിനെ കല്യാണം കഴിച്ചു. ഈ അടുത്ത ദിവസം എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, ഒരു പെണ്ണിനെ തൽക്കാലം കിട്ടാനുണ്ടോ, ഇവൻ്റെ ഭാര്യ പോയി. അപ്പം ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോയി, പറഞ്ഞു അവളെ കൂട്ടുകാരിയുടെ കൂടെ പോയി. ഇനി കുറച്ചൊരു 4 കൊല്ലം കഴിഞ്ഞാൽ അതൊരു വിഷയമേ ആവില്ല. ഞാൻ അവസാനിപ്പിക്കണം. നമ്മുടെ സംസ്കാരം തകർന്നുപോയി. പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ പൂർത്തീകരണമാണ് മുഹമ്മദ്. ഞാൻ വിഷ്ണു പുരാണം വായിച്ചു. അതിനുവേണ്ടി ഞാൻ 6 മാസം ചെലവഴിച്ചു, കഷ്ടപ്പെട്ട് ഞാൻ അതിൻ്റെ കലിയുഗം, വിഷ്ണു പുരാണത്തിലെ കലിയുഗം ഞാൻ പഠിച്ചു. ഈ വർഷം അതേക്കുറിച്ചൊരു പുസ്തകം എഴുതുന്നിരിക്കും, 2025. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് നീട്ടി പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പുസ്തകം ഒരു ധാർമ്മികമായ നിയോഗമാണ്. നിങ്ങളെല്ലാവരും ഇത് പഠിക്കുകയും വീണ്ടും വീണ്ടും പഠിക്കുകയും ചെയ്യണം. ഹിന്ദുക്കൾ മുസ്ലിമിൻ്റെ ശത്രുവല്ല, മുസ്ലിം ഹിന്ദുവിൻ്റെ ശത്രുവുമല്ല. നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്നാലുണ്ടാകുന്നതാണ് മാനവിക സംസ്കാരം. മനുഷ്യത്വത്തെക്കാൾ വലിയത്. ഒരു 15 കൊല്ലം മുമ്പ് ഞാൻ ഖുർആൻ ക്ലാസ് ഓടി നടക്കുന്ന ഒരു കാലത്ത് ഒരു ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു അനുഭവം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പോന്നു. ഒരു ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയില്ല. അപ്പോൾ അതിനിടയിൽ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ആരോ ഫോൺ ചെയ്തു. ആരോ കുസൃതികളായിരിക്കും. റഹ്മത്തുള്ള ഖാസിമി ഒരു മേജർ ആക്സിഡന്റിൽ പെട്ടു, എന്തോ സംഭവിച്ചു. അപ്പൊ അന്ന് ഇന്നത്തെ 15 കൊല്ലം മുമ്പാ. പാപ്പ വലിയ ബേജാറായി, അങ്ങാടിയിലൊക്കെ പോയി അന്വേഷിച്ചു. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എവിടെയൊക്കെയോ വിളിച്ചു അന്വേഷിച്ചു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേനും വിവരം കിട്ടി, ഒന്നും സംഭവിച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിലെത്തുന്ന നേരത്ത് എൻ്റെ ഉമ്മാടെ ഉറ്റ സുഹൃത്തുണ്ട്, എന്താ പറയുക, എൻ്റെ ഉമ്മാടെ ഉറ്റ സുഹൃത്തുണ്ട്. അവരുടെ പേര് ഞങ്ങൾക്ക് അറിയില്ല. മാളുക്കുട്ടി അമ്മ എന്നാ പറയാ. അതായത് അവരെ പേര് ഞങ്ങൾക്ക് അറിയില്ല. അറിയാതിരിക്കാൻ കാരണം അവരെ ഞങ്ങൾ അത്രയും ഉമ്മാനെ പോലെ നമ്മൾ അവരെയും ബഹുമാനിക്കുന്നത്. അമ്മയെന്ന് പറയാം, അമ്മേനെ പറയാ. ഞാനവരെ അമ്മയെന്ന് പറയും, എൻ്റെ മക്കളൊക്കെ അവരെ അമ്മയെന്ന് പറയും, അമ്മയെന്ന് പറയും. അടുക്കളയിലുണ്ട്. രാവിലെ 7 മണി, വെളുപ്പിന് 7 മണിക്ക് ഞാൻ വരുന്ന നേരത്ത് അമ്മ അവിടെ ഉണ്ട്. ഓടി വന്ന് എൻ്റെ കൈ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിയെന്ന് കേട്ടിട്ട് അമ്മക്ക് ഇന്നലെ ഉറക്കം വന്നില്ല, അവര് മരിച്ചു. ഇത് ഞാൻ മറക്കൂല. എന്തിനാ ഞാൻ പോയത്? ഖുർആൻ പഠിപ്പിക്കാൻ പോയ ഒരു ബാല്യക്കാരന് എന്തോ പറ്റിപ്പോയി എന്നാരോ ഒരു കുസൃതി പൊട്ടിച്ചപ്പോഴത്തിന് മാളുക്കുട്ടി അമ്മ വന്ന് പിറ്റേന്ന് രാവിലെ എന്നോട് പറയാം, എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിയെന്ന് അറിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇന്നലെ ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഈ ഒരു നന്മ ഇവിടെ നിലനിൽക്കണോ വേണ്ടേ? എങ്കിൽ സംഗി കൃസംഗി എന്ന് ഇവിടെ അവസാനിപ്പിക്കണം. എന്തേ വേണോ വേണ്ടേ? വേണോ വേണ്ടേ? എന്നാ മനുഷ്യരും മനുഷ്യത്വത്തോടുകൂടെ പെരുമാറണം. നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത്, രാഹുൽജി വന്നാൽ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ അടുത്ത് നിങ്ങൾ കാവൽ നിൽക്കണം. അദ്ദേഹം നമ്മുടെ ഒരു ഗസ്റ്റാണ്. അദ്ദേഹത്തെ ആദരിക്കൽ നമ്മളെ കടമയാണ്. ഇന്ന് വെളുപ്പിന് 5 മണി മുതൽ ആ കുട്ടികൾ ഉറങ്ങിയിട്ടില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. തിരിച്ചവരും അങ്ങനെ ചെയ്യും. ഈ നന്മ വേണോ വേണ്ടേ? അതുകൊണ്ട് വർഗീയമായി ചിന്തിക്കരുത്. വർഗീയവാദം പറയുന്നവൻ യഥാർത്ഥ മുസ്ലിം അല്ല. ഈ പുസ്തകത്തിൽ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പുണ്യ റസൂൽ മുസ്തഫ കരാർ പത്രം എഴുതി കൊടുത്തു, ലോകാവസാനം വരെ ഈ ചർച്ചിനെ എന്റെ സമുദായം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ ആ ചർച്ചുകളെ ISIS അടിച്ചു പൊട്ടിച്ചു. അവൻ എങ്ങനെയാണ് മുസ്ലിം ആവുക? ഈ ചർച്ചും ആ ചർച്ചിലെ കുരിശും ലോകാവസാനം വരെ നിലനിർത്താൻ എന്റെ സമുദായം ബാധ്യസ്ഥരാണെന്ന് പുണ്യ റസൂൽ എഴുതി കൊടുത്ത അധികാരപത്രം ആ ചർച്ചിൽ ഇന്നും സ്വർണം കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. ആ ചർച്ചാണ് 2014-15 കാലഘട്ടങ്ങളിൽ ISIS അടിച്ച് തകർത്തത്. അങ്ങനെ എത്ര ബിഷപ്പുമാരെ, അച്ഛന്മാരെ കൊന്നു. എന്താ പടച്ച തമ്പുരാന്റെ മുന്നിൽ പറയാ? ഇത് പുണ്യ റസൂലിന്റെ ദീനാണോ? എന്താ നബിയോട് പറയാ? ഈ ചർച്ചിനെ ലോകാവസാനം വരെ സംരക്ഷിക്കാൻ എന്റെ സമുദായം ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ ആ ചർച്ച് അടക്കം, മനസ്സിലായോ, അടിച്ചങ്ങോട്ട് തകർത്തു. ആര്? ISIS ഭീകരന്മാർ. ചിലർ പറയും ISIS എന്നത് സിയോണിസത്തിന്റെ സൃഷ്ടിയാണ്. ശരി, ഞാൻ സമ്മതിച്ചു. ഏതോ 4 സിയോണിസ്റ്റുകൾ വരുമ്പോഴത്തേന് അവരെ പിന്നാലെ ഓടാൻ മാത്രമുള്ള പാകത്തിൽ നമ്മളെ ചെറുപ്പക്കാരെ ആരാണ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയത്? അതാണല്ലോ പ്രശ്നം. ആണോ? അല്ലേ? അതുകൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒന്നല്ലെങ്കിലും ഒന്നാകേണ്ടതില്ല. മതവിശ്വാസങ്ങൾ, ദൈവവിശ്വാസങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതിപ്പോ ഹിന്ദു മതവിശ്വാസവും ഇസ്ലാം മതവിശ്വാസവും ഒന്നാക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം മതവിശ്വാസം തന്നെ ഒന്നാണ്.
സുന്നികളെ വിശ്വാസം ഒന്ന്, പറയിഷ്ട മുജാഹിദ് വേറൊന്ന്, ആയിക്കോട്ടെ. അപ്പൊ തിയോളജിക്കലി ഒന്നാക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ധാർമ്മികവും മനുഷ്യത്വരുമായി നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണം എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മയും എല്ലാ സഹോദരങ്ങളെയും എല്ലാവരെയും അള്ളാഹു തല ചേർത്ത് വെക്കട്ടെ.